ബീഹാറിനെ ഇളക്കിമറിച്ച വോട്ടധികാർ യാത്ര സമാപിച്ചു. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മഹാറാലി നടന്നു. ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിലായിരുന്നു മാർച്ച്. ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും ജനാധിപത്യം തകർക്കുന്ന വോട്ട് കൊള്ളക്കെതിരായ പോരാട്ടം അവസാനിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാർ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കി. വോട്ടധികാർ യാത്ര ബീഹാറിൽ ഒതുങ്ങില്ലെന്നും മഹാരാഷ്ട്രയിലും വോട്ടുകൊള്ള നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് മോഷണത്തിന്റെ അർത്ഥം അധികാരം മോഷ്ടിക്കുന്നുവെന്നാണ്. മഹാരാഷ്ട്രയിൽ 1 ലക്ഷത്തിലധികം കള്ളവോട്ട് നടന്നു. ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. 16 ദിവസമായി നടത്തിവന്ന വോട്ടധികാർ യാത്രയുടെ സമാപന ചടങ്ങിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. വോട്ട് ചോരി എന്നാൽ നമ്മുടെ അവകാശങ്ങൾ, സംവരണം, തൊഴിൽ, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം വിമർശിച്ചു. വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണയ്ക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങി ഇന്ത്യ സഖ്യകക്ഷികളുടെ പ്രധാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 17 ബീഹാറിലെ സസാറാമിൽ നിന്നും ആരംഭിച്ച യാത്ര ബീഹാറിലെ 25 ജില്ലകളിലൂടെ കടന്നുപോയി 1300-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് പട്നയിലെത്തുന്നത്. വോട്ട് കൊള്ളക്കെതിരായാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടധികാർ യാത്ര സംഘടിപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിരുന്നു. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് എന്നിവരും വേദിയിലെ സാന്നിധ്യമായി. ലാലു പ്രസാദിനെ ആശ്ലേഷിച്ചാണ് നേതാക്കൾ സ്വീകരിച്ചത്. യാത്രയിൽ പ്രിയങ്ക ഗാന്ധി MP, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കൾ രാഹുലിനെ അനുഗമിച്ചിരുന്നു. ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ ഗുണം നൽകുമെന്നാണ് വിലയിരുത്തൽ. വോട്ടധികാർ യാത്ര വിജയമായതിനാൽ വോട്ട് കൊള്ളക്കെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. യാത്ര BJP സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്നാണ് വിലയിരുത്തൽ. ബീഹാറിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗ്രാമീണ മേഖലകളെ ഇളക്കിമറിച്ചാണ് വോട്ടധികാർ യാത്ര അവസാനിച്ചത്. 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയി എന്നാണ് നേതാക്കൾ പറയുന്നത്. നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം 58 കടക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ വോട്ടവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാനായി എന്നാണ് അവകാശവാദം. 2 മാസത്തിനകം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് പ്രകടമാകുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം ഉടക്കി നിന്ന TMCയെയും ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തിലേക്ക് അടുപ്പിച്ചത് ശക്തി കൂട്ടി. കളവ് കയ്യോടെ പിടികൂടിയതിലെ ജാള്യത BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടെന്ന് അവരുടെ മറുപടികളിൽ നിന്ന് വ്യക്തം. യാത്രയിൽ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അവഹേളിക്കുന്ന മുദ്രാവാക്യം ഉണ്ടായി എന്ന് ആരോപിച്ചുള്ള BJP പ്രതിഷേധവും വോട്ടുകൊള്ള ആരോപണത്തിലെ മറുപടിയില്ലായ്മ വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ പ്രതിഷേധം രാജ്യവ്യാപകമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. വോട്ടധികാർ യാത്ര വോട്ട് കള്ളന്മാരെ രാഷ്ട്രീയമായി പാഠം പഠിപ്പിക്കണമെന്ന സന്ദേശം നൽകിയെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഇന്ത്യയിൽ ഒട്ടാകെ ഈ സമരം വ്യാപിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉച്ചഭാഷിണി പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയാണെന്നും MA ബേബി പറഞ്ഞു.